ചെയ്താ? ഞാൻ പിന്നെ വിളിക്കാം. അവിടെ എന്റെ സമ്മതം തെറ്റി നിൽക്കുക. നീ വെക്ക്. നരേന്ദ്രൻ തപ്പി തിരിച്ചു വന്നോ? അങ്ങനെ ഇപ്പൊ സുധ പറഞ്ഞത്. ജീവനോടെയോ? അല്ല, ശവമായിട്ട്. മരിച്ചയാൾ എങ്ങനെ തിരിച്ചു വരൂ ചന്ദ്രേട്ടാ? ആർക്കറിയാം. നമുക്ക് പ്രശ്നമാവോ? ആവും. നരേന്ദ്രൻ തിരിച്ചു വന്നെങ്കിൽ അയാൾ തിരിച്ചടിക്കും. ദ്രോഹിച്ചവരോടെല്ലാം പ്രതികാരം ചെയ്യും. തുടങ്ങിക്കഴിഞ്ഞെന്നാ സുധ പറയുന്നേ. എല്ലാവരും കൈകഴുകി വന്നിരിക്കേ. ജെയിംസിനെയും മഹിമയും വിളിച്ചില്ലല്ലോ. വിളിച്ചോ? എനിക്കറിഞ്ഞൂടാ. ഞാനല്ലല്ലോ വിളിച്ചത്. നീലിമയും വിളിച്ചിട്ടില്ല. അവരെ മൂന്നുപേരെയും മനഃപൂർവ്വം വിളിക്കാത്തതാ. അതെന്താ? അതിന് തക്കതായ കാരണമുണ്ട്, പറയാം. നിങ്ങൾ ബിരിയാണി വിളമ്പിയെടുക്കുക. ഞാൻ ഈ ബിരിയാണി സദ്യ എന്തിനാണ് ഏർപ്പാട് ചെയ്തതെന്നറിയാവോ? ഈ വീട്ടിലുണ്ടായിരുന്ന ആണുങ്ങളെല്ലാം ജയിലിൽ കിടക്കുന്നതിന്റെ സന്തോഷമായിരിക്കും. അതും സന്തോഷിക്കേണ്ട കാര്യം തന്നെ. എന്നാലും മുഖ്യ കാരണം അതല്ല. എന്റെ വായിലിട്ട് നോക്കിയിരിക്കാതെ കഴിക്കേ. സത്യം പറഞ്ഞ ബന്ദിപ്പൂര് വെച്ച് ഞാനൊന്ന് മരിച്ചതാ. യതി എന്നെ ജാക്കി ലിവറിനും കല്ലിനുമൊക്കെ അടിച്ചും ഇടിച്ചും കൊല്ലാറാക്കിയിരുന്നു. അവസാനം ഞാൻ കേട്ട ശബ്ദം സുധർമ്മയുടെ ഹരിക്കുട്ടൻ്റെതാ. യതി അവനെ ഫോണിൽ വിളിച്ച് എന്റെ ചെവിയിൽ വെച്ച് തന്നു. ആരാണെന്നോ? നീ ചാകാൻ പോകുമല്ലടാ നരേന്ദ്ര. അതുകൊണ്ട് പറയാം, പാലപ്പടിക്കൽ സുധർമ്മയുടെ മോനാ ഞാൻ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എന്റെ 2 കാലിലും ഒടിയാത്ത ഒരസ്ഥി പോലുമില്ലെന്ന എന്നെ ആദ്യം ചികിത്സിച്ച ആദിവാസി വൈദ്യം പറഞ്ഞത്. ജീവിച്ചിരിക്കുമെന്ന് തന്നെ സംശയമായിരുന്നു.
ഇതെന്റെ രണ്ടാം ജന്മമല്ലേ, ഞാൻ ആഘോഷിക്കണ്ടേ? കഴിക്കേ, അത് നടക്കട്ടെ. കഥ പറച്ചിലൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ നടന്നോളും. അങ്ങനെ എന്റെ രണ്ടാം ജന്മം ഞാൻ ആഘോഷിക്കുക എന്റെ ശത്രുക്കളോടൊപ്പം. നിങ്ങളാരും എന്താ ഒന്നും പറയാത്തെ? നരേന്ദ്ര, ഞങ്ങളാരും നിന്റെ ശത്രുക്കളല്ല എന്ന് ഭംഗിക്ക് വേണ്ടിയെങ്കിലും പറഞ്ഞൂടെ? മുഖത്ത് നോക്കി കള്ളം പറയാനുള്ള മടി കൊണ്ടാണോ? ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവരല്ലേ നിങ്ങള്, പിന്നെ എന്തിനാ മടിക്കുന്നേ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, കഷ്ടിച്ച് ഞാൻ രക്ഷപ്പെട്ടു. എന്റെ എല്ലുകളൊക്കെ ഒരുവിധം മുറി കൂടി. അതിന്റെ ഒരു സന്തോഷത്തിനാ ഞാനിങ്ങനെ ഒരു ബിരിയാണി സദ്യ ഏർപ്പാട് ചെയ്തത്. എന്റെ സന്തോഷം നിങ്ങൾക്കുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഞാൻ ചാകുന്നതായിരുന്നല്ലോ നിങ്ങൾക്കൊക്കെ സന്തോഷം, അല്ലേ? ജെയിംസിനെയും മഹിമയും നീലിമയും കൂടി വിളിക്കാത്തതിന്റെ കാരണം കൂടി പറഞ്ഞേക്കാം. എന്റെ മരണം കൊതിച്ചവർക്കും ഞാൻ മരിച്ചെന്ന് ആഘോഷിച്ചവർക്കും ഞാൻ തിരിച്ചു വന്നെന്നറിഞ്ഞ് ഞെട്ടിയവർക്കും വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രീറ്റായത്. ജെയിംസും മഹിമയും നീലിമയും എന്റെ മരണത്തിന് കാത്തിരുന്നവരല്ല. ഈ ആട്ടും തുപ്പും തെറിയും കേട്ടോണ്ട് എന്തിനായിരുന്നു കഴിക്കുന്നേ? എണീറ്റ് പോവരുതോ? ഇരിക്കവിടെ. തമ്പി തരുന്ന സദ്യ കഴിക്കണം. നിങ്ങൾ തന്നത് പലതും വിഴുങ്ങിയവരാ ഞാനും എന്റെ ഭാര്യയും മകളും. അവർക്ക് തന്നെ കൊണ്ടുപോയി കൊടുത്താ മതി. ഇരിക്കവിടെ. ഒരൊറ്റ അടി വെച്ചാൽ നിന്റെ പല്ല് 16 പൊട്ടി നിന്റെ വായക്കെടുക്കും. ഇരിക്കവിടെ. ഒന്ന് ചത്ത് ജീവിച്ചവനായി നരേന്ദ്രൻ. ഇനി എനിക്ക് ഒന്നുകൂടി ചാവാനും മടിയില്ല, കൊല്ലാനും. എല്ലാവരും മാറി തിന്ന, വയറ് നിറയെ നരേന്ദ്രന്റെ 16ാം പിണ്ടം തിന്ന. ചുരുക്കി പറഞ്ഞ സംഗതി ഇത്രയേ ഉള്ളൂ. അതായത്, നിങ്ങൾ ആരും ഈ വീട് വിട്ടുപോയി രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. പോയാ പുറകെ നടന്ന് ഞാൻ വേട്ടയാടി നശിപ്പിക്കും. ഇവിടെ താമസിച്ച എനിക്കൊരൽപ്പം മയമുണ്ടാവും. എന്താന്ന് വെച്ചാ, കാണുമ്പോ 4 വീതം പറയാലോ മുഖത്ത് നോക്കിയിട്ട്. അങ്ങനെ എന്റെ വൈരാഗ്യം തീർന്നു പോണെങ്കിൽ പോട്ടെ, നിങ്ങൾക്കും അതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ താമസിക്കുമ്പോ ഒരു ഈച്ച പോലും എന്റെ അനുവാദം കൂടാതെ പുറത്തു പോകാൻ പാടില്ല. എല്ലാം കൂടി ഞാൻ ഒറ്റയടിക്ക് പറയുന്നില്ല. ബാക്കി പറ്റിയ സന്ദർഭം വരുമ്പോ പുറകെ പറഞ്ഞു തരാം. നിങ്ങൾ കഴിക്കേ. കഴിച്ച് തീർന്നിട്ട് എഴുന്നേക്കാവൂ. ഓക്കെ?
സംശയിക്കണ്ട, ഇത് ഞാൻ തന്നെയാ, സാക്ഷാൽ നരേന്ദ്രൻ തമ്പി. എനിക്ക് സംശയം ഉണ്ടാവും, ഉണ്ടാകണം. കാരണം കബനി നദിയിൽ നിന്ന് കിട്ടിയ നിങ്ങളുടെ ശവം പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച് വയനാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കുടിച്ചിടുമ്പോ ദൃക്സാക്ഷിയായിട്ട് ഞാനും ഉണ്ടായിരുന്നു. എന്തായാലും അതെന്റെ ശവമല്ലെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അത് പിന്നെ ആരുടേതാ? എനിക്കറിയില്ല. നിങ്ങളെ കൊല്ലാൻ എതിയൊന്നൊരു വാടകുണ്ടാ ബന്ദിപ്പൂർ വന്നത് നിങ്ങൾക്കറിയാമോ? അറിയാം. നിങ്ങൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തു അല്ലേ? കണ്ടു, സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ശരിയാവില്ല. എന്നെ കൊല്ലാൻ വന്നതാ അയാള്. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? കൊല്ലാൻ വേണ്ടി എന്നെ വീൽ സ്പാനർ കൊണ്ട് അടിച്ചു വീഴ്ത്തി. എൻ്റെ കൈയും കാലും കെട്ടി. ഒരു കല്ലെടുത്ത് അതെന്റെ ദേഹത്തോട് ചേർത്ത് വെച്ച് കെട്ടി. എന്നിട്ട് എന്റെ കൈയും കാലുമെല്ലാം കല്ലുകൊണ്ട് ഇടിച്ച് തകർത്തു. എന്നിട്ട് നിങ്ങളുടെ കാലിന് കുഴപ്പമൊന്നും കാണാനില്ലല്ലോ. മാസം കുറെ ആയില്ലേ, ചികിത്സിച്ച് ഭേദമാക്കിയതാ. 4 മാസം എടുത്തു. എവിടെ ചികിത്സിച്ചു? ആര് ചികിത്സിച്ചു? അതൊന്നും ഒറ്റവാചകത്തിൽ പറയാൻ പറ്റില്ല, വലിയ കഥയാ. എതിക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല, ഇവിടെ വന്ന ശേഷം അറിഞ്ഞ് എതിയെ അതിനുശേഷം കാണുന്നില്ലെന്ന്. കല്ലുകൊണ്ടിടിച്ച് കൊല്ലാറാക്കിയ നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. നിങ്ങളെ കൊല്ലാൻ വന്ന എതിയാണെങ്കിൽ മിസ്സിങ്ങും. കൊള്ളാം. നിങ്ങളെങ്ങനെ രക്ഷപ്പെട്ടു? എനിക്കറിയില്ല. പോലീസിന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതെന്ന് ഓർമ്മ വേണം, പത്രക്കാരോടല്ല. എനിക്ക് ബോധമില്ലായിരുന്നു. ബോധമില്ലാതെ 4-5 ദിവസം കിടന്നു എന്നാ തോന്നുന്നേ. ആര് രക്ഷിച്ചു എന്ന എന്റെ ചോദ്യം. മൊബൈൽ ഹോസ്പിറ്റലൊന്നും ബന്ദിപ്പൂർക്കാട്ടിൽ ഇല്ലായിരുന്നല്ലോ. വരണം, നമുക്ക് അകത്തേക്കിരുന്ന് സംസാരിക്കാം. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒന്നുമില്ല. നിങ്ങളുടെ കേസ് അന്വേഷിക്കുന്നത് ഞാനല്ല, ക്രൈംബ്രാഞ്ചാ. നിങ്ങൾ ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്ന് നേരിട്ട് കണ്ട് ഉറപ്പാക്കാൻ വേണ്ടി മാത്രം വന്നതാ ഞാൻ. അത് ലോക്കൽ പോലീസിന്റെ ഒരു പ്രൊസീജിയറാ. ഞാൻ ആരോട് വേണമെങ്കിലും സഹകരിക്കാൻ തയ്യാറാ. പോലീസുമായിട്ട് എനിക്ക് ശത്രുതയൊന്നുമില്ല. ക്രൈംബ്രാഞ്ചിൽ നാളെ വരും, അപ്പോഴും ഈ സഹകരണം കാണണം. തീർച്ചയായും. എന്താ സർ? നിങ്ങളെ കാണാതായപ്പോഴും ഞാൻ തന്നെയല്ലായിരുന്നു ഇവിടുത്തെ എസ് ഐ അല്ലേ? അതെ. എന്താ സംശയം? സംശയമൊന്നുമില്ല. നമ്മൾ തമ്മിൽ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഹൂവ്, ഞാൻ സാറിന്റെ അടുത്തും സാർ എൻ്റെ അടുത്തും വന്നിട്ടുള്ളതല്ലേ. ഉദാഹരണത്തിന് എന്റെ മോള് മിസ്സിംഗ് ആയിരുന്നപ്പോൾ കംപ്ലൈന്റ് തരാനും പറ്റും. ഓക്കെ, അത് ശരിയാണ്. സാറിന് ഇപ്പോഴും വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. അല്ല, നിങ്ങൾ തന്നെയല്ലായിരുന്നു അന്നും നരേന്ദ്രൻ തമ്പി? അതെ സർ, ഞാൻ മരിച്ചിട്ടില്ല. അതെ, പിള്ളേരാണെങ്കിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. നിന്റെ വികൃതി ഇത്തിരി കൂടുതലാ. പിള്ളേരെ അടങ്ങിയിരുന്നിട്ട് പിന്നെ വലിയവര് വേണം ഓടിക്കളിക്കാൻ. ഈ ആന്റിയുടെ ഒരു കാര്യം, കുട്ടികളാവുമ്പോ ചാടുകയും ഓടുകയും വീഴുകയും ഒക്കെ ചെയ്യും. ഈ പരിക്ക് പറ്റിയത് കണ്ണിലായിരുന്നെങ്കിലോ? ഇവൾക്ക് വെളച്ചിൽ ഇത്തിരി കൂടുതലാ. സ്കൂളിൽ പോകുന്നത് പഠിക്കാനല്ലല്ലോ, കളി. പെമ്പിള്ളരായ നിലത്ത് നിന്നോണ്ടുള്ള കളിയെ കളിക്കാവൂ. അപ്പൊ പെൺകുട്ടികള് ലോങ് ജമ്പും ഹൈ ജമ്പും ചാടുന്നുണ്ടല്ലോ, നിലത്തൊന്നും പൊങ്ങാതെ പറ്റും. അടി തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ, മുഖം ഇങ്ങോട്ട് കാണിക്കടി. എത്രേ? 80. ഇതാണോ വീട്? ആ, വാ. ഞാൻ
നോക്കിയിട്ട് വരാം. ആ ശിവജി, അദ്ദേഹം തിരിച്ചു വന്നു. ശിവജി ഇത് എവിടെയായിരുന്നു? സാബിന് സന്തോഷമായല്ലോ. സന്തോഷമായോന്നോ? ഞാൻ അതിനു വേണ്ടിയല്ലേ കാത്തിരുന്നത്. അദ്ദേഹം ജീവനോടില്ലെന്ന് പറഞ്ഞിട്ടും ഞാൻ... എനിക്കറിയാം, അതുകൊണ്ട് ഫലമുണ്ടായല്ലോ. ശിവജി അറിഞ്ഞായിരുന്നോ? ആ, ഞാനും അറിഞ്ഞായിരുന്നു. ശിവജി ഇത് എവിടായിരുന്നു? ആരോടൊരു വാക്കുപോലും മിണ്ടാതെ സ്ഥലം വിട്ടു പോയത് ഇത് എവിടേക്കായിരുന്നു? എല്ലാം ഞാൻ പറയാം. ആ, ദേ ഇയാളെ കണ്ടോ? കാസർഗോഡ് നിന്ന് കിട്ടിയതാ. ഉവ്വോ. ഇനി അകത്തേക്ക് കയറുക ശിവജി, വരൂ. വാടൂ. ഇരിക്ക. ബഹനെവിടെ? മോള് സ്കൂളിൽ കളിച്ചോണ്ടിരിക്കുമ്പോ വീണിട്ട് മുറിഞ്ഞു. അത് ഡ്രസ് ചെയ്തോണ്ടിരിക്കുക. ആ, പിന്നെ ഷെട്ടിയുടെ താവളത്തിൽ നിന്ന് തമ്പി സാബിനെ രക്ഷിക്കാൻ സഹായിച്ച ആളാ. അപ്പോ നിങ്ങൾ തമ്മിൽ കണ്ടായിരുന്നു അവിടെ വെച്ച്? അതൊരു കഥയാണ് മേം സാബ്. അദ്ദേഹം എന്നോട് പറഞ്ഞില്ല. അത് പറയണ്ടെന്ന് സാബിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും കള്ളന്മാരാ അല്ലേ? എനിക്കും മേം സാബിന്റെ അടുത്തൊന്ന് വീമ്പ് പറയാൻ എന്തെങ്കിലും വേണ്ടേ? എന്നാ പറ, കേൾക്കട്ടെ. ഞാനും മഹിമയുടെ ഹസ്ബൻഡ് ജെയിംസ് കുട്ടിയും കൂടിയാ കാസർഗോഡേക്ക് പോയത്. തമ്പി സാബ് രക്ഷപ്പെട്ട അതേ രാത്രിയിൽ തന്നെ ഞങ്ങൾ ഷെട്ടിയുടെ സംഘവുമായി ഏറ്റുമുട്ടി. അവിടെ നിന്ന് വല്ല വിധത്തിലും രക്ഷപ്പെട്ട് കാറിൽ കയറി കാടിന്റെ നടുവിലുള്ള റോഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന്മാര് പുറകെ വരുമെന്നും പേടിക്കണ്ട. അവരുടെ ഗാഡിയിലെ ടയറിലെ കാറ്റ് നമ്മൾ കുത്തിവിട്ടില്ലേ? അത് ശരിയാ. പക്ഷേ ഷെട്ടി ഒന്ന് വിരൽ ചോദിച്ചാൽ മതി, അരമണിക്കൂറിനകത്ത് പകരം വണ്ടിയെത്തില്ലേ? ഓ, അങ്ങനെയൊരു സാധ്യതയുണ്ടല്ലോ. അതിലൊരാൾ തമ്പി സാബില്ലേ? നരേന്ദ്രൻ തമ്പിയോ? ആ, കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. തമ്പി സാബിനെ പോലെ തന്നെ. ഒന്ന് നിർത്തി നോക്കണോ? അവർ കാട്ടിലേക്ക് കയറി ഓടിക്കളഞ്ഞല്ലോ. അത് സാരമില്ല, നമുക്ക് കാർ നിർത്തി വിളിക്കാം. തമ്പി സാബ്, തമ്പി സാബ്, ഇത് ഞാനാ ശിവജി. ശിവജിയാണ് തമ്പി സാബ്. തമ്പി സാബ്, തമ്പി സാബ്, ഇത് ഞാൻ ശിവജിയാ സാബ്. ഞാൻ സാബിനെ അന്വേഷിച്ചു വന്നതാ, രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാമെന്നാ. സാബ്, സാബ് ഇങ്ങോട്ട് വരൂ, ഈ കാറിന്റെ അടുത്തേക്ക് വരൂ. സാബ് ഒന്നും ഭയപ്പെടണ്ട, ശിവജിയെ വിളിക്കുന്നേ. സാബ്, സാബ്, ശിവജിയാണ്. സാബ്, തമ്പി സാബ്, സാബ്, ഞാൻ മരിച്ചിട്ടില്ലല്ലോ,
ജീവനോടെ ഉണ്ടായിരുന്നോ? സാബ്